വിസ്മയ കാഴ്ചകളുമായി തൃശൂർ പൂരം ഇങ്ങെത്തി. ഈ വർഷത്തെ പൂരത്തിന് ഇന്ന് കൊടിയേറുകയാണ്. പൂരത്തിലെ പ്രധാന പങ്കാളികളായ തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും 8 ഘടകക്ഷേത്രങ്ങളിലും ഇന്ന് ഉത്സവാരവം ഉയരും. 26-ാം തീയതിയാണ് തൃശൂർ പൂരം. കളറാക്കണോട്ട. ജെയ്സൺ ചാമോളപ്പിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജെയ്സൺ, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ തൃശ്ശൂർ ഒരുങ്ങിത്തുടങ്ങി. പൂരത്തിൽ നിന്ന് കൊടിയേറ്റമാണ്. ഇനി അങ്ങോട്ട് പൂരത്തിൻ്റെ ആവേശത്തിലായിരിക്കും തൃശ്ശൂർ നഗരി. എപ്പോഴാണ് കൊടിയേറ്റം ജെയ്സൺ? വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. അങ്ങ് പശ്ചിമേഷ്യയിൽ അതിൻ്റെ ചൂടേറുമ്പോൾ ഇങ്ങ് തൃശ്ശൂർ പൂരത്തിൻ്റെ വരവായി അതിഗംഭീരമായ ആഘോഷം ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന തൃശ്ശൂർ പൂരം. അതിനാണെന്ന് കൊടിയേറുന്നത്. ഇന്ന് രാവിലെ 11-നും 11:30 ഇടയ്ക്ക് 2 പ്രധാന ക്ഷേത്രങ്ങളായ തിരുവമ്പാടിയിലും പാറമേക്കാവിലും കൊടിയേറ്റം. അതോടൊപ്പം തന്നെ 8 ഘടകക്ഷേത്രങ്ങൾ കൂടി പൂരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവിടെ ഇന്ന് പുലർച്ചെ മുതൽ തന്നെ പല ക്ഷേത്രങ്ങളിലും കൊടിയേറ്റ ചടങ്ങ് ആരംഭിച്ചു. അതിഗംഭീരമായ, ഏതൊരു വർഷത്തെയും പോലെ തന്നെ അതിഗംഭീരമായ ഒരുക്കങ്ങളാണ് ഇത്തവണയും തൃശ്ശൂർ പൂരത്തിൽ. ഒരു ആശ്വാസമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തൃശ്ശൂർ പൂരത്തിൻ്റെ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ, വിവാദങ്ങൾ, വെടിക്കെട്ടിന് അനുമതിയില്ല, ആനയ്ക്ക് പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞു വരികയായിരുന്നു. ഇത്തവണ എല്ലാം ശാന്തമാണ്. കഴിഞ്ഞതിന് മുമ്പത്തെ തവണ പൂരത്തിനുണ്ടായ ദുരനുഭവം അത് തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കും ഒരു പക്ഷേ വലിയ സമ്മർദ്ദങ്ങൾക്കോ വലിയ പിടിവലികൾക്കോ ഉദ്യോഗസ്ഥർ നിൽക്കുന്നില്ല. വളരെ ശാന്തമായി ഏറ്റവും ഗംഭീരമായ തൃശ്ശൂർ പൂരത്തിനുള്ള ഒരുക്കങ്ങളാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പാറമേക്കാവ് ക്ഷേത്രത്തിന് മുമ്പിലാണ്. ഇതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഇവിടെ കൊടിയേറ്റത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ആയി കഴിഞ്ഞിട്ട് ഇവിടെ എല്ലാ സംഘാടകരുണ്ട്. നമുക്ക് ആദ്യം ഒരു വനിത എന്ന നിലയിൽ ഒരു വനിതയ്ക്ക് തന്നെ പ്രിഫറൻസ് കൊടുക്കാം. എങ്ങനെയുണ്ട് ഒരുക്കങ്ങളൊക്കെ ഇത്തവണത്തെ? പിന്നെ ഇപ്രാവശ്യം അടിപൊളി തന്നെയല്ലേ. പൂരം എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ ഒരു എന്താ പറയുക, ആ ഫീലിംഗ് പറയാൻ പറ്റില്ല. അത് വെറുതെ ആ റൗണ്ടിക്കോടെ നടന്നാൽ തന്നെ നമ്മൾക്ക് ആ പൂരത്തിൻ്റെ ഫീലിംഗ് കിട്ടും. അതിങ്ങനെ കാണുക, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മനസ്സ് വിഷമിച്ച ഒരു പേഴ്സ് കൊടുത്ത് ഒരു ഓട്ടോ കയറി ഒന്ന് റൗണ്ട് അടിച്ചാൽ തൃശ്ശൂർക്കാരൻ്റെ എല്ലാ ഫീലിംഗും ശരിയാവും. ഇത്തവണത്തെ ഈ പൂരത്തിൻ്റെ ഇപ്പോൾ ഒരുക്കങ്ങൾ കഴിഞ്ഞ ഇത്തവണത്തെ ആന പെട്ടെന്ന് ആളുകൾക്ക്, നമ്മുടെ തൃശ്ശൂർക്കാർക്ക് ശരിയില്ലാത്തൊരു പേരാണ് ആനേരെ. അതൊന്ന് പറഞ്ഞു. തൃക്കടവൂർ ശിവരാജുവാണ് ഇത്തവണത്തെ എഴുന്നള്ളിപ്പാന. നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ എഴുന്നള്ളിപ്പ് ആനകൾ കുറഞ്ഞു തുടങ്ങണം. കുറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ എണ്ണയില്ല. 400 ചില്ലാനം ആനകളുണ്ടായിരുന്നിടത്ത് ഇപ്പോൾ 200 ചുരുങ്ങി. സീസണിൽ കെട്ടുന്ന ആനകളായി. അപ്പോൾ ആനകളില്ല. അതുകൊണ്ടൊക്കെയാണ് കൂടുതൽ പുറമേ നിന്നുള്ള ആനകളെ നമ്മൾ ആശ്രയിച്ച് വരുന്നത്. തൃക്കടവൂർ ശിവരാജു ഇതിനു മുമ്പ് രാത്രി നമ്മൾ എഴുന്നള്ളിച്ചിട്ടുണ്ട്. പക്ഷേ പകൽ പൂരത്തിന് ആദ്യമായിട്ടാണ്. ശിവരാജുവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു കൊല്ലം ഇവിടെ ഈരാറ്റുപേട്ട ആന ചെരിഞ്ഞപ്പോൾ ഈ ആനയാണ് നമ്മുടെ ഇലഞ്ഞിത്ര മേളത്തിൻ്റെ ഒക്കെ എങ്ങനെയാണ് ഒരു ഒരുക്കങ്ങൾ? അതിൽ ആരൊക്കെയാണ്, എത്രയൊക്കെയാണ് അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ട്? അനിയന്മാരാർ തന്നെയാണ് പ്രമാണി. പതിവ് പോലെ തന്നെ ഒരു കുറച്ചിലും ഇല്ല. 1-2 പുതുമുഖങ്ങൾ വന്നിട്ടുണ്ട്. അല്ലാണ്ട് അതിലൊന്നും യാതൊരു മാറ്റമില്ല. പതിവുമാരി തന്നെയാണ്. ഇത് ഞങ്ങളുടെ കൊടി പണിതിട്ടുള്ള ആളാണ്. വേണു എന്നാണ് എൻ്റെ പേര് വേണുഗോപാൽ, അന്തിക്കാട് വീട്. ഞാനിപ്പോൾ 7 വർഷമായിട്ട് ഇവിടുത്തെ കൊടി ഞാൻ തന്നെ ചെയ്യുന്നു. തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രത്തിലെ കൊടിമരം പണിതാള്. കൊടിമരല്ല, കൊടിക്കൂറ. എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കി? ഞാനൊരു 3-3.5 ദിവസം കൊണ്ട് പൂർത്തിയാക്കി. അഭിമാനമാണ്. അതെ, തീർച്ചയായിട്ടും. ഏതായാലും വലിയ ഒരുക്കം തന്നെയാണ് അരുൺകുമാർ. കഴിഞ്ഞ തവണ നമ്മൾ ഇവിടെ വന്ന് എല്ലാം കണ്ടതാണ്, പ്രേക്ഷകരിൽ എത്തിച്ചതാണ്. ഇത്തവണയും അതിനേക്കാൾ ഗംഭീരമായി പ്രേക്ഷകരിൽ ഇതെല്ലാം എത്തിക്കും. അത് ഇന്ന് കൊടിയേറ്റം മുതൽ പൂരത്തിൻ്റെ 2-ാം ദിനത്തിൽ അവസാനം വെടിക്കെട്ട് കഴിഞ്ഞ് പിന്നെ ഇതിൻ്റെ എല്ലാ ചടങ്ങുകളും പൂർത്തിയാകുന്നവരെ പ്രേക്ഷകർ നമുക്കൊപ്പം ഉണ്ടാവണം. തൃശ്ശൂർ പൂരം കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ നമ്മൾ തൂക്കും. കഴിഞ്ഞ തവണ അതിഗംഭീരമായി നമ്മൾ പ്രേക്ഷകരിലെത്തിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് ഇത്തവണയും ഒരുക്കങ്ങൾ. ഓക്കെ, താങ്ക് യു ജെയ്സൺ ചാമോളപ്പിന്റെ നേതൃത്വത്തിൽ ഇക്കുറിയും തൃശ്ശൂർ പൂരത്തിന് റിപ്പോർട്ടറിലും കൊടിയേറും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പൂരവിശേഷങ്ങൾ ഒന്നൊഴിയാതെ പ്രേക്ഷകരിലേക്ക് നമ്മളുടെ തൃശ്ശൂർ വാർത്താ സംഘം എത്തിക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകർ കാത്തിരിക്കൂ. 26-ാം തീയതിയാണ് തൃശ്ശൂർ പൂരം നടക്കുക. പൂരത്തിന്റെ കാഴ്ചകളും ആവേശവും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ റിപ്പോർട്ടറും തയ്യാറെടുക്കുകയാണ്.